ഹൈറേഞ്ചിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണം നടത്തി ഹൈന്ദവ വിശ്വാസ സമൂഹം. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ആയിരങ്ങൾ പിതൃബലി തർപ്പണം നടത്തി സായുജ്യം അടഞ്ഞു. പെരിയാറിന്റെ തീരത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ബലി തർപ്പണത്തിന് വലിയ തിരക്കാണ് ഉണ്ടായത്. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പതിവിലും കവിഞ്ഞ തിരക്കാണ് ഈ വർഷം ബലി തർപ്പണത്തിന് ഉണ്ടായത്. കർക്കിടക വാവ് ദിവസം ബലിയിടാനായി അയ്യപ്പൻകോവിൽ ഇത്തവണ എത്തിയത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ്. പെരിയാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിനാൽ ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ കരുതുന്നത്. ക്ഷേത്രത്തിന് പിന്നിൽ പെരിയാറിന്റെ തീരത്ത് ബലിയിട്ട് പെരിയാറ്റിൽ തർപ്പണം നടത്തുവാൻ സൗകര്യമുള്ളതിനാൽ പതിവിലും കവിഞ്ഞ തിരക്കാണ് ഈ വർഷം ഉണ്ടായത്. പുലർച്ചെ 5:30 മുതലാണ് പിതൃകർമ്മങ്ങൾ ആരംഭിച്ചത്. 12 മണി വരെ ഒരുപോലെ തിരക്കുണ്ടായി. പോലീസ്, അഗ്നിരക്ഷാസേന, ഭക്ഷ്യസുരക്ഷാ വിഭാഗം, മറ്റു സർക്കാർ സംവിധാനങ്ങളും ഇവിടെ മേൽനോട്ടത്തിന് സുരക്ഷയും ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. യജ്ഞാചാര്യൻ ടി കെ രാജുവിന്റെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ തന്നെ ബലിതർപ്പണത്തിന് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. വാവുബലിയോടനുബന്ധിച്ച് തിലഹമനു ഹോമവും സായുജ്യ പൂജയും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. കാലാവസ്ഥ അനുകൂലമായത് ഭക്തർക്ക് അനുഗ്രഹമായി. ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി ധാരാളം ഭക്തരാണ് ബലിതർപ്പണത്തിനായി അയ്യപ്പൻകോവിലിൽ എത്തിയത്. ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പിതൃതർപ്പണം നടത്തി സായുജ്യം അടഞ്ഞതും ഇവിടെ തന്നെയാണ്. ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ആയിരക്കണക്കിന് ഭക്തരാണ് ബലിയിട്ട് തർപ്പണം നടത്താൻ എത്തിയത്. വിശ്വനാഥൻ ശാന്തികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ തന്നെ തർപ്പണത്തിനും പിതൃപൂജയ്ക്കുമായി വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ക്ഷേത്ര ദർശനത്തിനും ബലിതർപ്പണത്തിനുമായി വലിയ നിര തന്നെ ഉണ്ടായി. രാവിലെ തന്നെ ഭക്തർ ബലിയിടാൻ എത്തിയിരുന്നു. പെരിയാറിന്റെ തീരത്ത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് ഭക്തർ ബലിയിട്ടത്. മാട്ടുകെട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് ഉണ്ടായത്. പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ബലിതർപ്പണത്തിന് ശേഷം പിതൃപൂജകളും നടത്തിയാണ് ഭക്തർ മടങ്ങിയത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഔഷധക്കഞ്ഞിയും ക്രമീകരിച്ചിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.